നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അതാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. എനിക്ക് കുറേ നാളുകളായിട്ട് വൈഫൈ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എടുക്കണോ, എടുത്താൽ ശരിയാവുമോ, അതിനൊത്തിരി പ്രൊസീജിയർ ഉണ്ടോ, ഭയങ്കര കോസ്റ്റ് ആവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് അതിലൊരു ഉറപ്പില്ല, എൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഉറപ്പില്ല. പക്ഷേ എനിക്കിത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇതല്ലാതെ വേറെയും യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പോൾ എനിക്കിതിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എനിക്കിത് ആവശ്യമാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമായതുകൊണ്ടും തീരുമാനത്തിന് ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടും ഇത് കുറേ നാളിങ്ങനെ നീണ്ടുപോയി കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ അഫർമേഷൻ ലിസ്റ്റിൽ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയും, അത് ഒന്ന് ഇറങ്ങി തിരിക്ക്, ശരിയാവും, റെഡിയാവും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും എത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നറിയുമോ? ഈ പറയുന്നത് പോലെയുള്ള റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി, എല്ലാം അറിഞ്ഞു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ ആ നിമിഷത്തിൽ എനിക്കിത് വേണം, എൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം കോൺഫിഡൻസോട് കൂടി എടുത്തു. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ആളുകളെ കോൺടാക്ട് ചെയ്തു. അന്ന് തന്നെ ഇവിടെ വന്ന് വൈഫൈ ഫിക്സ് ചെയ്തിട്ട് പോയി. ഇപ്പോൾ ഒരു 4-5 മന്ത്സായി, ഒരു 4 മന്ത്സായി നമ്മളിവിടെ വൈഫൈ ഫിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്കതിലൂടെ മനസ്സിലായത്, ഞാൻ എടുത്ത തീരുമാനം, അതായത് എൻ്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിൽ, എൻ്റെ ഈ ഒരു ആവശ്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ എപ്പോൾ ഉറച്ചു നിന്നോ, എനിക്കൊരു ക്ലാരിറ്റി വന്നോ, അതായത് എൻ്റെ തീരുമാനത്തിൽ ഞാൻ എത്രത്തോളം എനിക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ മാനിഫെസ്റ്റേഷൻ വേഗമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിൽ എത്രത്തോളം ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നോ, ഒരു കോൺഫിഡൻസ് കൊണ്ടുവന്നോ, ആ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇത് സാധിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന നമ്മുടെ അഫർമേഷൻ ലിസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ വിഷ്വലൈസേഷൻ ബോർഡ് ആയിക്കോട്ടെ, ജേണൽസ് എഴുതുന്നതായിക്കോട്ടെ, എന്തായാലും നമ്മൾ എഴുതുന്നതിൽ നമുക്കതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു 100 തവണ ഡൗട്ട് അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലും നമുക്ക് എത്താൻ പറ്റില്ല. അത് ഇതെന്നല്ല, ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു നല്ല തീരുമാനത്തിലെത്താൻ സാധിക്കത്തേയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പം അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഡൗട്ട് പാടില്ല. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെയാണ് അറിയാവുന്നത്, അല്ലേ? എനിക്ക് എന്ത് വേണം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സെൽഫ് അവയർനെസ്, എനിക്ക് എന്നെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് എത്രയും വേഗം ഉണ്ടാക്കിയെടുക്കുക. ആഗ്രഹങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാകുക, കോൺഫിഡൻസ് ഉണ്ടാകുക, വേഗം മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും, ഞാൻ ഗ്യാരണ്ടി.